Hi friends, welcome to PSC Notes. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ചോദിക്കുന്ന ISRO റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കിട്ടുന്ന മാർക്സ് താഴെ കമന്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കേ. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് ക്ലാസുകൾ എടുക്കുന്നത് ഞാൻ സിജി ബിജു എന്ന പേരിലാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ ഫ്രീ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഡെയിലി എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ അൺഅക്കാഡമിയിലുള്ള വീഡിയോസ് ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. PSC നോട്ട്സ് എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം. 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അവസാനമായിരിക്കും ആൻസേഴ്സ് പറയുന്നത്. ഒരു പ്രാവശ്യം മാത്രമേ ക്വസ്റ്റ്യൻസ് വായിക്കത്തുള്ളൂ, ചോയ്സും. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ക്ലാസ് അൺഅക്കാഡമിയിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് പ്രൊഫൈൽ ലിങ്ക് ഞാൻ താഴെ ഇടാം. അതിനുശേഷം എക്സാം അറ്റൻഡ് ചെയ്താലും മതി. അന്നേരം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ മൈത്രി മിസൈൽ പ്രോജക്റ്റ് ഈസ് എ പ്രൊപ്പോസ്ഡ് ജോയിൻറ്റ് ഡിഫൻസ് മിസൈൽ പ്രോഗ്രാം ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി? മൈത്രി മിസൈൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്തമായിട്ടുള്ള ഡിഫൻസ് മിസൈൽ പ്രോഗ്രാം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: USA, റഷ്യ, ഫ്രാൻസ്, ഇറ്റലി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ISRO എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? ഓപ്ഷൻസ് 1968, ഓപ്ഷൻ ബി 1963, ഓപ്ഷൻ സി 1969, ഓപ്ഷൻ ഡി 1972. ISRO ഏതു വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 68, 63, 69, 72. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് സൈറ്റ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ്, അതായത് വിക്ഷേപണ കേന്ദ്രം ഇന്ത്യ ആണ്. മനസ്സിലായല്ലോ? ഓപ്ഷൻസ്: ആര്യഭട്ട, രോഹിണി, മംഗൾയാൻ, കാർട്ടോസാറ്റ് 2. ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് സൈറ്റ് ഇൻ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: കൊമേഴ്സ്യൽ വിങ് ഓഫ് ISRO. ഓപ്ഷൻസ് VSSC, ഓപ്ഷൻ ബി ഇൻഡസ്, ഓപ്ഷൻ സി ആൻഡ്രിക്സ്, ഓപ്ഷൻ ഡി സ്കൈ. കൊമേഴ്സ്യൽ വിങ് ഓഫ് ISRO. അടുത്തത്: ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻ ദ വേൾഡ്. ഓപ്ഷൻസ്: എക്സ്പ്ലോറർ 1, ഓപ്ഷൻ ബി സ്പുട്നിക് 1, ഓപ്ഷൻ സി ആര്യഭട്ട, ഓപ്ഷൻ ഡി ഭാസ്കര. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻ ദ വേൾഡ്. അടുത്തത്: വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാനറ്റ് ഈസ് നോൺ ആസ് ബ്ലൂ പ്ലാനറ്റ്? ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാർസ്, മെർക്കുറി, വീനസ്, എർത്ത്. മാർസ്, മെർക്കുറി, വീനസ്, എർത്ത്. അതിനകത്ത് ബ്ലൂ പ്ലാനറ്റ് ഏതെന്ന്. അടുത്തത്: വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ISRO? ഓപ്ഷൻസ്: ചാന്ദിപ്പൂർ, ഓപ്ഷൻ ബി ബാംഗ്ലൂർ, ഓപ്ഷൻ സി മഹേന്ദ്രഗിരി, ഓപ്ഷൻ ഡി ചെന്നൈ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ISRO. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: IRNSS ഈസ് എ നാവിഗേഷൻ സാറ്റലൈറ്റ്. ഓപ്ഷൻ ബി സ്പേസ് മിഷൻ, ഓപ്ഷൻ സി മാർസ് മിഷൻ, ഓപ്ഷൻ ഡി ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. IRNSS എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള മിഷൻ ആണോ അതോ സാറ്റലൈറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് വാസ് ചന്ദ്രയാൻ 1? ഓപ്ഷൻ എ ആൻ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്, എ ലൂണാർ പ്രോബ്, ഓപ്ഷൻ സി നാവിഗേഷൻ സാറ്റലൈറ്റ്, ഓപ്ഷൻ ഡി ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള സാറ്റലൈറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത്: ഹൂ ഡിസ്കവേർഡ് 2 സാറ്റലൈറ്റ്സ് ഓഫ് മാർസ്? മാർസിൻ്റെ 2 ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയ ആൾ ആര്? ഓപ്ഷൻസ്: അസഫ് ഹാൾ, ഓപ്ഷൻ ബി എഡ്വിൻ പൗൾ ഹബിൾ, ഓപ്ഷൻ സി സൈമൺ മൗറിയസ്, ഓപ്ഷൻ ഡി വില്യം ഹെൻറി പിക്കറിംഗ്. ഹൂ ഡിസ്കവേർഡ് 2 സാറ്റലൈറ്റ്സ് ഓഫ് മാർസ്? ഓക്കെ. അടുത്തത്: ഫസ്റ്റ് ഏഷ്യൻ നേഷൻ ടു റീച്ച് മാർസ് ഓർബിറ്റ് സക്സസ്ഫുള്ളി. ഓപ്ഷൻസ്: ചൈന, ജപ്പാൻ, ഇന്ത്യ, നൺ. അതായത് ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ് മാർസ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് സക്സസ്ഫുള്ളായിട്ട് ചെയ്തത്? ഓക്കെ. അടുത്തത്: ബൈ വിച്ച് റോക്കറ്റ് വെഹിക്കിൾ ISRO ഹാസ് സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് വെദർ സാറ്റലൈറ്റ്
സ്കാറ്റ്സാറ്റ് 1. സ്കാറ്റ്സാറ്റ് 1 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ISRO വിക്ഷേപിച്ച വാഹനം ഏത് അല്ലെങ്കിൽ ഏത് റോക്കറ്റ് ഉപയോഗിച്ച് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് PSLV-36, PSLV-C-34, PSLV-C-35, PSLV-C-37. നന്നായി ആലോചിച്ചതിന് ശേഷമേ ആൻസറിലോട്ട് പോകാവൂ. ഇന്ത്യ co-developed ബറാക്ക് 8 മിസൈൽ വിത്ത് വിച്ച് കൺട്രി? ഇന്ത്യയും ഏത് രാജ്യവും കൂടെ ഡെവലപ്പ് ചെയ്തതാണ് ബറാക്ക് 8 എന്ന് പറയുന്ന മിസൈൽ? ഓപ്ഷൻസ് ബ്രസീൽ, ഇന്തോനേഷ്യ, ഇസ്രായേൽ, ഫ്രാൻസ്. അടുത്തത് റിസോഴ്സാറ്റ് 2A റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ വിച്ച് ലോഞ്ച് വെഹിക്കിൾ? റിസോഴ്സാറ്റ് 2A ഏത് വിക്ഷേപണ വാഹനം ഉപയോഗിച്ചിട്ടാണ് ലോഞ്ച് ചെയ്തത്? PSLV-C-33, PSLV-C-36, PSLV-C-35, PSLV-C-37. അടുത്ത ക്വസ്റ്റ്യൻ. PSLV stands for ഓപ്ഷൻ A പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, ഓപ്ഷൻ B പോളിഷ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, ഓപ്ഷൻ C പ്രിപ്പറേറ്ററി സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ, ഓപ്ഷൻ D പെർഫെക്റ്റ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെരിഫയർ. PSLV stands for പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, പോളിഷ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, പ്രിപ്പറേറ്ററി സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ, പെർഫെക്റ്റ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെരിഫയർ. അടുത്തത് ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ആര്യഭട്ട വാസ് ലോഞ്ച്ഡ് ഇൻ? 1974, 75, 1976, 1977. ഏത് വർഷമാണ് ആര്യഭട്ട ലോഞ്ച് ചെയ്തത്? അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹു ഈസ് പോപ്പുലർലി നോൺ ആസ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ? അതെല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് വായിക്കേണ്ട കാര്യമില്ലായിരിക്കും, എങ്കിൽ ജസ്റ്റ് പറയാം. ഡോക്ടർ CV രാമൻ, ഡോക്ടർ S ചന്ദ്രശേഖർ, ഓപ്ഷൻ C ഡോക്ടർ ഹർഗോവിന്ദ് ഖുറാന, ഓപ്ഷൻ D ഡോക്ടർ APJ അബ്ദുൽ കലാം. അടുത്തത് ISRO ഈസ് ദ അബ്രീവിയേഷൻ ഓഫ് ഓപ്ഷൻ A ഇന്ത്യൻ സയൻറ്റിഫിക് റിസർച്ച് ഓർഗനൈസേഷൻ, ഓപ്ഷൻ B ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ സയൻറ്റിഫിക് റിസർച്ച് ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അതിനകത്ത് ഏതാണ് ISROയുടെ ഫുൾ ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് സ്പേസ് വെഹിക്കിൾ പുട്ട് മാൻ ഓൺ ദ മൂൺ ഫസ്റ്റ് ടൈം? ഓപ്ഷൻ A അപ്പോളോ, ഓപ്ഷൻ B എക്സ്പ്ലോറർ, ഓപ്ഷൻ C ചലഞ്ചർ, ഓപ്ഷൻ D കൊളംബിയ. വിച്ച് സ്പേസ് വെഹിക്കിൾ പുട്ട് മാൻ ഓൺ ദ മൂൺ ഫസ്റ്റ് ടൈം? അടുത്തത് ISRO's മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി ഈസ് ഇൻ? ഓപ്ഷൻ A ഒറീസ, ഓപ്ഷൻ B കർണാടക, ഓപ്ഷൻ C ഗുജറാത്ത്, ഓപ്ഷൻ D ആന്ധ്രാപ്രദേശ്. അന്നേരം നമുക്ക് ആൻസേഴ്സിലോട്ട് പോകാം. ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് മൈത്രി മിസൈൽ പ്രൊജക്റ്റ് ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയും ഫ്രാൻസും ചേർന്നിട്ടുള്ള സംയുക്തമായിട്ടുള്ള മിസൈൽ പ്രോഗ്രാമാണ് മൈത്രി മിസൈൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞത്. ഓപ്ഷൻ C ആണ് കറക്റ്റ്. ISRO എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഓപ്ഷൻ C 1969. ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് സൈറ്റ് ഇൻ ഇന്ത്യ, ഓപ്ഷൻ B രോഹിണിയാണ് കറക്റ്റ് ആൻസർ. അടുത്തത് കൊമേഴ്സ്യൽ വിങ് ഓഫ് ISROയുടെ വാണിജ്യ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ C ആൻഡ്രിക്സ് ആണ്. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻ ദ വേൾഡ്, ഓപ്ഷൻ B സ്പുട്നിക് 1 ആണ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻ ദ വേൾഡ്. ദ ഫോളോയിങ് പ്ലാനറ്റ് ഈസ് നോൺ ആസ് ബ്ലൂ പ്ലാനറ്റ്, ഓപ്ഷൻ D എർത്ത് ആണ് ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ISRO ബാംഗ്ലൂർ ആണ് ആൻസർ, ഓപ്ഷൻ B ആണ്. IRNSS എന്ന് പറയുന്നത് ഓപ്ഷൻ A നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് IRNSS എന്ന് പറയുന്നത്. വാട്ട് ഈസ് ചന്ദ്രയാൻ 1 എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ B ലൂണാർ പ്രോബാണ് ചന്ദ്രയാൻ 1 എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹു ഡിസ്കവേർഡ് 2 സാറ്റലൈറ്റ്സ് ഓഫ് മൂൺ? ഓപ്ഷൻ A അസഫ് ഹാൾ ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ഏഷ്യൻ നേഷൻ ടു റീച്ച് മാർസ് ഓർബിറ്റ് സക്സസ്ഫുള്ളി എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ C ഇന്ത്യയാണ്. സ്കാറ്റ്സാറ്റ് 1 വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ PSLV-C-35 ആണ്. ഇന്ത്യ co-developed ബറാക്ക് 8 മിസൈൽ വിത്ത് ഇസ്രായേൽ ആണ് ആൻസർ, ഓപ്ഷൻ C ആണ് ആൻസർ.
റിസോഴ്സാറ്റ് 2A എന്ന് പറയുന്നത് ഏത് വെഹിക്കിൾ ഉപയോഗിച്ചിട്ടാണെന്ന് ചോദിച്ചാൽ PSLV C36 ആണ് കറക്റ്റ് ആൻസർ. റിസോഴ്സാറ്റ് 2A PSLV C36. PSLV സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ എ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ആര്യഭട്ട വാസ് ലോഞ്ച്ഡ് ഇൻ 1975 ആര്യഭട്ട വിക്ഷേപിച്ചത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Who is popularly known as Missile Man of India? Option D. Dr. APJ Abdul Kalam. ISRO is the abbreviation for Indian Space Research Organization. Option B ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എല്ലാവരും എക്സാമിന് കിട്ടിയ മാർക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഒരു ബെൽ ബട്ടൺ കാണും, അതോടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ എത്തുകയുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക്